ഹായ് മക്കളെ. എല്ലാ മക്കൾക്കും അമ്മയുടെ ഒരു പുതിയ വീടിലോട്ട് സ്വാഗതം. എല്ലാവരും രാവിലെ ചായ കുടിച്ചോ? അമ്മ രാവിലെ ചായ ഇട്ട് ചായ കുടിക്കുകയാണ്. പിന്നെ നമ്മുടെ വെറുമേറ്റിലെ കുളിക്കണം, ഇത് കഴിക്കണം, ചായ കുടിക്കണം. ഇപ്പോൾ രാവിലെ എന്നിട്ട് ഇതിൽ ഇരിക്കുകയാണ്. ഇതിനെല്ലാം വെക്കണം എന്നൊക്കെ ഉണ്ട്. ചിലപ്പം വയ്ക്കും, ചിലപ്പം കഴിക്കത്തില്ല. അമ്മ രാവിലെ പുകയൊക്കെ ഇട്ട് കണ്ടോ? രാവിലെ പുകയൊക്കെ ഇട്ട് ചെടിക്കൊന്നും വെള്ളം ഒഴിച്ചില്ല. ചെടിക്ക് ഇന്നലെ വൈകിട്ട് വെള്ളം ഒഴിച്ചു. അതുകൊണ്ട് ചെടിക്കുട്ടന്മാർക്കൊന്നും വെള്ളം ഒഴിക്കുന്നില്ല. പിന്നെ അമ്മ ചായ കുടിക്കുന്നു. നിങ്ങളൊക്കെ ചായ കുടിച്ചോ? അപ്പം അമ്മ ചായ കുടിക്കട്ടെ. എല്ലാവരും രാവിലെ കാപ്പിയൊക്കെ കുടിച്ചാ? അമ്മ ഇത് കാപ്പിയല്ല ഉണ്ടാക്കുന്നത്, സ്പെഷ്യൽ സാധനം. അതാണ്ട് കണ്ട ബ്രെഡ് വെച്ചിട്ട്, ബ്രെഡ്, ക്യാരറ്റ്, സവാള, പിന്നെ നമ്മുടെ ഓംപ്ലേറ്റ്. എന്നാൽ ഇതും കൂടെ എടുത്തിട്ട് അമ്മ ഇത് കാണിച്ചു തരാം. നിങ്ങളൊക്കെ സ്ഥിരം ഉണ്ടാക്കി കഴിക്കുന്നതാണെന്ന് അറിയാം. ഞാൻ ഒരുപാട് നാളായി ഇത് കഴിച്ചിട്ട്. നമുക്കിത് ഉണ്ടാക്കി തന്നെ ഇത് ഒരെണ്ണം വേവട്ടെ. അപ്പോൾ ഇത് നമ്മളിത് വെച്ച് കാണിച്ചു തരാം. കണ്ടാ വെച്ചിട്ട് ആദ്യം ബ്രെഡൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ച് ബട്ടറോ നെയ്യൊക്കെ ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു. കണ്ടോ വെച്ചിട്ട് നമ്മുടെ ഇതിലൊരു ബ്രെഡ് കൂടെ വെച്ചിട്ട് ഇതാ കണ്ടാ ഇങ്ങനെ കണ്ട് കൂട്ടി പിടിച്ചിട്ട് ഇതാ ഇങ്ങനെ കടി കഴിക്കും. അതിൻ്റെ കൂടെ കുടിക്കുമെന്നാണ് വേണ്ടേ? ആപ്പിൾ ഷേക്ക് ഹെൽത്തിയാണ്. ആപ്പിളും പാലും പഞ്ചാരയും സൂപ്പർ ടേസ്റ്റ്. അപ്പം നമുക്ക് ഈ മുട്ടയും കൂടെ ഉണ്ടാക്കിയിട്ട് അവിടെ പോയി സമാധാനത്തിൽ കഴിക്കാം. കണ്ട മുട്ട ഇങ്ങനെ തിരിച്ചിട്ട് നമുക്ക് എടുക്കാം. എന്നിട്ട് അപ്പം രണ്ടെണ്ണം അമ്മ ഉണ്ടാക്കിയതുള്ളൂ. ഒരെണ്ണം അമ്മ കഴിച്ചതും ഇല്ലാതെ ഒരെണ്ണം കൂടെ. കണ്ട തക്കാളിയൊക്കെ വെക്കും ചിലവർ. എനിക്ക് തക്കാളി വേണ്ട. നെയ്യും ബട്ടറും ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു. ബട്ടർ ഉണ്ടെങ്കിൽ നല്ലത്. ബട്ടർ ചീസ് വെച്ചും ഉണ്ടാക്കാം. ഒരുപാട് ടേസ്റ്റാണ്. ചീസ് വെച്ചുണ്ടാക്കിയിട്ട് ഇത് ഇങ്ങനെ ചൂടാക്കണം. സൂപ്പർ ടേസ്റ്റാണ്. കണ്ടോ ഈ മുട്ടയൊക്കെ നമ്മളാ ഇങ്ങനെ എടുത്ത് അങ്ങോട്ട് കോരി അങ്ങോട്ട് വെച്ച് നമ്മൾ ബ്രെഡ് ഇച്ചിരി പൊടിഞ്ഞ് അങ്ങോട്ട് വെച്ച് കണ്ട നമ്മുടെ രാവിലത്തെ ഫുഡ് ബ്രെഡ് സാൻഡ്വിച്ചും ആപ്പിൾ ഷേക്കും. നമ്മൾ കഴിക്കട്ടെ. എല്ലാവരും ചോറൊക്കെ കഴിച്ചോ? അപ്പം അമ്മ ചോറ് കഴിക്കാൻ പോകും. അമ്മ ഞാൻ ഉറങ്ങിപ്പോയി കേട്ടോ. അപ്പം ഒന്ന് ചോറ് വെച്ചില്ലായിരുന്നു, കുറച്ച് ചോറ് ഇരുന്നു. അപ്പം അമ്മ അത് എടുത്ത് ചൂടാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മളെ മാങ്ങാച്ചാറും മുളകും ഉണ്ട്. അപ്പം നമുക്ക് ഇത് കൂട്ടി ചോറ് കഴിക്കാം. ചോറ് ഇരിപ്പുണ്ടായിരുന്നു, മീനും എല്ലാം ഇരിപ്പുണ്ടായിരുന്നു. പക്ഷേ ഉറങ്ങിപ്പോയി. കണ്ടാ നമ്മുടെ എന്താ ചക്കക്കുരു അതുകൊണ്ട് ചുട്ട് തിന്നാൻ വേണ്ടി നമ്മൾ ഇട്ടിട്ടുണ്ട്. പാനിൽ ചെറിയ അപ്പോഴത്തേനും നമുക്ക് ചോറ് കഴിച്ചിട്ട് വരാം. കണ്ട ചോറ്, മാങ്ങാച്ചാറ്, രണ്ടും മുളക്. അപ്പം അമ്മ കഴിക്കട്ടെ. അമ്മയെ കുളിച്ചിട്ട് വന്നപ്പോഴേ അമ്മയ്ക്ക് ഇത് കട്ടൻ്റെയും ബോണ്ടയും കഴിക്കാൻ ഒരു കൊതി. ബോണ്ട ഉണ്ടാക്കാൻ എനിക്കറിഞ്ഞൂടാ. ഞാൻ ആദ്യമായിട്ടാണ് ഈ സംഭവം ഉണ്ടാക്കുന്നത്. ഇതിനകത്ത് എന്തൊക്കെ ചേർക്കുന്നതെന്ന് എനിക്കറിഞ്ഞൂടാ. അമ്മ ചേർത്തേക്കുന്നത് എന്തൊക്കെയാണ് പറഞ്ഞു തരാം. ഞാനിവിടെ ചേർത്തേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈദാമാവ്, ഇഞ്ചി, കുരുമുളക്, ഉപ്പ്, സവാള, ക്യാരറ്റ്, 2 പച്ചമുളക്. അമ്മ ഇത്രയും ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു ബീൻസ് ചേർത്തിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് നോക്കാം. എല്ലാവരും വലുതായിട്ട് ഉണ്ടാക്കുന്നത്, പക്ഷെ ഞാനങ്ങനെ ഉണ്ടാക്കുന്നത്. ഞാൻ കുഞ്ഞായിട്ടാണ് ഉണ്ടാക്കുന്നത്. എനിക്കത് കുഞ്ഞായിട്ട് ഉണ്ടാക്കി കഴിക്കാനാണ് ഇഷ്ടം. ബോണ്ടയെന്ന് പറഞ്ഞാൽ വലുതാണ്, പക്ഷെ ഞാൻ അങ്ങനത്തെ ബോണ്ടയല്ല ഉണ്ടാക്കുന്നത്. ഇത്രയും വലിയ ബോണ്ടയാണ് എല്ലാവരും ഉണ്ടാക്കുന്നത്. ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ ഞാനിങ്ങനെയല്ല ഉണ്ടാക്കുന്നത്. ഞാൻ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ട് കുഞ്ഞായിട്ട് ബോണ്ട ഉണ്ടാക്കുക. കുഞ്ഞ് ബോണ്ട കണ്ട എണ്ണ ചൂടായിട്ടുണ്ട്. കുഞ്ഞ് ബോണ്ടകൾ ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഞാൻ നോക്കാം. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഈ സാധനം ഉണ്ടാക്കുന്നത്. കഴിച്ചിട്ടുണ്ട് 1-2 പ്രാവശ്യം. എണ്ണയൊക്കെ പൊട്ടുമെങ്കിൽ പച്ചമുളകൊക്കെ ആവുമെന്ന് അറിയാൻ കഴിയും. 1-2 പ്രാവശ്യം ഞാനിത് ഉണ്ടാക്കിയിട്ടുണ്ട്.
പിന്നെ ഞാൻ ഉണ്ടാക്കില്ല. അപ്പം അമ്മേനെല്ലാം ഇടിച്ചിട്ട് നിങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ? അവിടെ ഗ്രീൻ ടീക്ക് വെള്ളം വെച്ചായിരുന്നേ, തിളച്ച് നോക്കട്ടെ. അത് ഗ്രീൻ ടീ കുടിക്കാനായിട്ട് വെള്ളം തിളപ്പിച്ച് നല്ലത് ഒഴിച്ചിട്ടുണ്ട്. അങ്ങനെ വെച്ചായതുണ്ട് കണ്ട. ഞാൻ ആരോഗ്യം ഉണ്ടായിരുന്നു. ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ കൊള്ളായിരുന്നു. ടൊമാറ്റോ സോസ് തിരുവനം തോന്നുന്നു, നോക്കിയില്ല. ആ കണ്ട, അതാണ് സംഭവം. മൈദാമാവ് ഹെൽത്തിയൊന്നുമല്ല, പക്ഷേ കൊതി തോന്നുമ്പോൾ ഉണ്ടാക്കിയതാണ്. അപ്പം ഈ നമ്മൾ ഉണ്ടാക്കിയിട്ടേ മുരിഞ്ഞ് എഴുതപ്പോൾ കാണിക്കാം. അപ്പം നമ്മുടെ ബോണ്ടതാണ് ഇവിടെ റെഡിയാക്കുന്നത്. എന്താ ചെറിയ ബോണ്ടത് അത് കഴിച്ച് നോക്കുമ്പോൾ അറിയാം ബോണ്ടയാണോ വേണ്ടത്. കാരണം സത്യം പറയാം എനിക്ക് ഉണ്ടാക്കാറുള്ളത്, ഞാൻ 5 ദിവസം ആകാൻ ടൈപ്പാണ് ഉണ്ടാക്കുന്നത്. അത് നോക്കാം എന്ന് വെച്ചാണ്. അപ്പം നമുക്കിത് ഞാൻ മൂപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് നല്ലൊന്ന് കോരി നോക്കാം. എൻ്റെ ബോണ്ട കഴിച്ചിട്ടപ്പോഴേ നല്ല കറുമുറാന്നിരിക്കുന്നു. സാധാരണ ബോണ്ട നല്ല പഞ്ചു പോലെ ഇരിക്കുന്നത്. ഇതൊക്കെ ചെറുതായതുകൊണ്ടായിരിക്കും ഇല്ലേ. അപ്പം അമ്മയുടെ മൈദ ബോണ്ട എവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനിത് അവിടെ കൊണ്ടുവച്ചേ കഴിക്കട്ടെ. ഒരെണ്ണം നമുക്ക് കഴിച്ചു നോക്കാം. ഭയങ്കര ചൂട്. ആ എന്തായാലും ഇതൊന്നും കഴിക്കാം. മൈദ ബോണ്ടതാണ് സംഭവം. കൊള്ളാം. ഇച്ചിരി മൂപ്പിച്ചെടുത്തു. പക്ഷെ ഒരു കടയിൽ കിട്ടുന്നത് ഇത്ര മൂക്കത്തില്ല. ഇച്ചിരി സോഡാപ്പൊടി ചേർക്കും അവർ. അമ്മ അതിനകത്ത് സോഡാപ്പൊടി ചേർത്തിട്ടില്ല കേട്ടോ. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ച് നേരം വെച്ചേക്കും. ഞാനത് കുറച്ച് നേരം വെച്ചിട്ടുമില്ല. പക്ഷെ കൊള്ളാം. കഴിക്കട്ടെ. എല്ലാം രാത്രി ആരോ കഴിച്ചോ? അപ്പം ഞാനിന്ന് കഴിക്കാൻ പോകുന്നതേ ഷവർമ്മ മേടിച്ചായിരുന്നേ. എന്താ പ്ലേറ്റ് ഷവർമ്മ. അപ്പം അമ്മ തുറന്ന് കാണിച്ചേ. എന്താ പ്ലേറ്റ് ഷവർമ്മയും പിന്നെ തന്നെ ടൊമാറ്റോ കെച്ചപ്പും ഉണ്ട്. അപ്പോൾ ഇതാണ് അമ്മ ഇപ്പോൾ കഴിക്കാൻ പോകുന്നത്. കഴിച്ചു നോക്കട്ടെ, ടേസ്റ്റ് ഉണ്ടോ എന്ന് അറിയാമല്ലോ. ഒരുപാട് ദിവസമായി പ്ലേറ്റ് ഷവർമ്മ കഴിച്ചിട്ട്. ചൂട് കുറവുണ്ട്, കുഴപ്പമില്ല. നിങ്ങളൊക്കെ ആരോ കഴിച്ചോ? നല്ല എരിയുണ്ട് ഷവർമ്മയ്ക്ക്. നല്ല മസാലയെന്ന് തോന്നുന്നു. നല്ല എരിയുണ്ട്. അപ്പോഴമ്മ കഴിക്കാൻ പോവുക. അപ്പോൾ എല്ലാ മക്കളും അമ്മയുടെ വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നാളെ രാവിലെ അമ്മ നല്ലൊരു വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാ മക്കൾക്കും